ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗ്രൂപ്പ് എന്താണെന്ന് പറഞ്ഞു. ഒരു സെറ്റ്, ആ സെറ്റിനകത്ത് എസ്പെഷ്യലി നോൺ എം ടി സെറ്റ് ആയിരിക്കണം. കാരണം സെറ്റിനകത്ത് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നോൺ എം ടി സെറ്റ്, അതിനകത്തൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യണം, ബൈനറി ഓപ്പറേഷൻ. ആ ബൈനറി ഓപ്പറേഷൻ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. ഒന്നാമത്തെ കണ്ടീഷൻ ക്ലോസ്ഡ് ആയിരിക്കണം. അത് രണ്ടാമത്തത് ആ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആവണം. മൂന്നാമത്തത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. നാലാമത്തത് ഇൻവേഴ്സ് എലമെൻ്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ തന്നിരിക്കുന്ന സെറ്റ് എന്താണെന്ന് പറയും, ഒരു ഗ്രൂപ്പാണെന്ന് വിളിക്കും അല്ലേ. ഇനി പറയാൻ പോകുന്ന ഗ്രൂപ്പിലുള്ള ചില പ്രത്യേകതകളും കാര്യങ്ങളുമാണ് പറയുന്നത്. ദ ക്യാൻസലേഷൻ പ്രോപ്പർട്ടി ഫോർ ഗ്രൂപ്പ്സ്. ലെറ്റ് G be a group and let A, B, C element of G. Then if AB equal to C ആണെങ്കിൽ, AC ആണെങ്കിൽ then B equal to C എന്ന് വെച്ചാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയണത്, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന പറയണത്. ദാറ്റ് ഈസ് ലെഫ്റ്റ് ക്യാൻസലേഷൻ. അടുത്തെന്താ, ഇഫ് എ സി ഈക്വൽ ടു ബി സി ആണെങ്കിൽ ദെൻ എ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എന്താ പറയണത്, നമ്മുടെ റൈറ്റ് ക്യാൻസലേഷനും നടക്കും എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെ ക്യാൻസൽ ചെയ്യുക? ക്യാൻസൽ ചെയ്യുന്നതിൽ ഒന്നും ചെയ്യാനില്ലാത്തതിൽ എ ബി ഈക്വൽ ടു എ സി തന്നിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയണത് എവിടുത്തെ എലമെൻറ്റാണ്, ഗ്രൂപ്പിലെ എലമെൻറ്റാണ്. ഗ്രൂപ്പിലെ എലമെൻ്റ് ആയതുകൊണ്ട് അതിന് എന്തുണ്ടാവും, ഇൻവേഴ്സ് എലമെൻ്റ് ഉണ്ടാവും. ദാറ്റ് മീൻസ് എ ഇൻവേഴ്സ് എവിടെ തന്നെ ഉണ്ടാവും, ആ ഗ്രൂപ്പ് തന്നെ ഉണ്ടാവും. ആ ഇൻവേഴ്സ് കൊണ്ട് എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ രണ്ട് സൈഡും ചെയ്യുക. രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് ചെയ്യുമ്പോൾ പിന്നെന്താ, നമുക്ക് എന്തായി മാറും, അത് ലെഫ്റ്റ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക, നമുക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ സി ആയിരിക്കും കിട്ടുക. ഇനി ഈ ബ്രാക്കറ്റിനെ നമുക്ക് മാറ്റാൻ പറ്റില്ലേ, കാരണം എന്താ, നമ്മുടെ കയ്യിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണുള്ളത്. സോ ഈ ബ്രാക്കറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ എന്തായി മാറും, എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നത് ബ്രാക്കറ്റിൽ ഇൻറ്റു ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് എ ഇൻറ്റു സി ആയി മാറും. പക്ഷേ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്താ, നമുക്കറിയാം എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആണ്. ദാറ്റ് മീൻസ് എ ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻ്റായി മാറും അല്ലേ. ദാറ്റ് ഈസ് ദിസ് എന്തായി മാറും, ഇ ബി ഇൻറ്റു ഇ സി ആയി മാറും. പക്ഷേ ഇ ബി ഇൻറ്റു ഇ സി എന്താ, ഇ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ഐഡൻറ്റിറ്റി എലമെൻ്റ് പ്രത്യേകത എന്താ, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏത് എലമെൻറ്റുമായിട്ട് ഓപ്പറേഷൻ ചെയ്താലും എന്ത് കിട്ടും, അതേ എലമെൻറ്റ് തിരിച്ചു തരും. ദാറ്റ് മീൻസ് ഇ ബി ബി ആയി മാറും, ഇ സി സി ആയി മാറും. ദാറ്റ് മീൻസ് ബി ഈക്വൽ ടു സി അല്ലേ. അപ്പോൾ ഇനി എ സി ഈക്വൽ ടു എ ബി, ബി സി ഈക്വൽ ടു എ ഇൻറ്റു ബി എങ്ങനെ ചെയ്യുക, നമ്മളെന്തെടുക്കുക, എ സി ഈക്വൽ ടു എന്തെടുക്കുക, ബി സി എടുക്കുക. വീണ്ടും ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഇതിലെന്താ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, എ സി ഈക്വൽ ടു ബി സിയിലാണ് നമ്മൾ ചെയ്യണമെന്ന് എന്ത് ചെയ്യുക, ഇത് നമ്മൾ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സിയുടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിയുടെ ഇൻവേഴ്സ് കൊണ്ട് എന്ത് ചെയ്യുക, അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സെയിം പരിപാടി പറയുക, അതായത് സി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ആദ്യം. സി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും, അടുത്തത് ബ്രാക്കറ്റ് മാറ്റും, അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ബ്രാക്കറ്റ് മാറ്റി എ ഇൻറ്റു സി, സി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻറ്റു സി, സി ഇൻവേഴ്സ് ആയി മാറും. സി ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി ഇൻവേഴ്സ് ആയതുകൊണ്ട് സി, സി ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി എന്നുള്ള യൂസ് ചെയ്യും. അപ്പോൾ എ ഇ ഈക്വൽ ടു ബി ഇ ആവും, സി ഈക്വൽ ടു ബി ആവും. ഓക്കെ, അടുത്ത എന്താ പ്രപ്പോസലിൽ പറയണേ, ഇഫ് ജി ഈസ് എ ഗ്രൂപ്പ് and A and B element of G, then each of the equation AX equal to B and XA equal to B has a unique solution. എന്താ പറയണത്, G ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ A, B element of G ആണെങ്കിൽ ഏത് ഇക്വേഷനാണ്, AX equal to B എന്ന ഇക്വേഷനും അതുപോലെ XA equal to B എന്ന് പറഞ്ഞ ഇക്വേഷനും യുണീക്ക് സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് ആദ്യം കാണിക്കണം. രണ്ടാമത് എന്താ കാണിക്കാൻ പോണേ, കോൺവേഴ്സ് പാർട്ടായിട്ട് കാണിക്കാൻ പോണത്, G ഒരു നോൺ എം ടി സെറ്റ് വിത്ത് an associative binary operation in which AX equal to B and XA equal to B have solutions for all A, B element of G, then G is a group. സോ രണ്ട് സൈഡും കാണിക്കണം. ഒന്ന് കാണിക്കണത് AX equal to B, XA equal to Bക്ക് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും ഇഫ് G ഒരു ഗ്രൂപ്പാണ് A, B element of G ആകുമ്പോൾ. അതർ പാർട്ടിൽ എന്താ കാണിക്കുന്നത്, G ഒരു നോൺ എം ടി സെറ്റാണ്, അതിനകത്ത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ AX equal to B, XA equal to Bക്ക് എല്ലാ എക്കും ബിക്കും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്നിരിക്കുന്ന എന്തായി മാറുന്നൊരു ഗ്രൂപ്പാണെന്ന് കാണിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് സൈഡ് കാണിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എന്താ ചെയ്യണത്, G തന്നിട്ടുള്ളൊരു ഗ്രൂപ്പാണ് തന്നിട്ടുണ്ട് അല്ലേ. A, B എലമെൻറ്റ് ഓഫ് G ആയതുകൊണ്ട് എന്തുണ്ടാവും, എയും ബിയും ഗ്രൂപ്പിലെ എലമെൻ്റ് ആയതുകൊണ്ട് ഗ്രൂപ്പിൻ്റെ എലമെൻറ്റ്സിന് എന്തുണ്ട്, ഇൻവേഴ്സ് ഉണ്ടാവും അല്ലേ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവേഴ്സ് ഉണ്ടായതുകൊണ്ട്
എക്ക് ഇൻവേഴ്സ് ഉണ്ട് അതുപോലെ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ചൂസ് ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ് എങ്ങനെ ചൂസ് ചെയ്യണേ? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നാണ് എടുക്കുന്നത്. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് എടുത്താൽ എന്തുണ്ടാവുക? എക്സിന് പകരം എ ഇൻവേഴ്സ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ബി എന്ന് വരും അല്ലേ. ഇനി എന്ത് ചെയ്യാം? അസോസിയേറ്റീവ് പ്രോപ്പർട്ടികളുകൊണ്ട് ബ്രാക്കറ്റ് മാറ്റാം അല്ലേ. ദാറ്റ് ഈസ് എന്തായി മാറുന്നത്? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആയി മാറും. പക്ഷേ എ ഇൻറ്റു എ ഇൻവേഴ്സ് ബി എന്തായി മാറും? എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ഐഡൻറ്റിറ്റി എലമെൻറ്റായി മാറും അല്ലേ. ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. എ ഇ ഇൻറ്റു ബി ചെയ്താൽ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി ഇ ഇൻറ്റു ബി ചെയ്താൽ ബി കിട്ടും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് സൊല്യൂഷനായി അല്ലേ. സോ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ എന്തുണ്ടാവും? നമ്മുടെ എ എക്സ് ഈക്വൽ ടു ബിക്ക് സൊല്യൂഷൻ ഉണ്ടാവും അല്ലേ. എ എക്സ് ഈക്വൽ ടു ബിക്ക് മാത്രമല്ല സൊല്യൂഷൻ ഉണ്ടാവുക, എക്സ് എ ഈക്വൽ ടു ബിക്ക് സൊല്യൂഷൻ ഉണ്ടാവും. എക്സ് എ ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ ആരായിരിക്കും? എക്സ് എ ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കാം നമുക്ക്? ബി ഇൻവേഴ്സ് ബി എ ഇൻവേഴ്സ് കൊടുക്കാം അല്ലേ. എക്സ് ഈക്വൽ ടു ബി എ ഇൻവേഴ്സ് കൊടുത്താൽ അതിൻ്റെ സൊല്യൂഷനും കിട്ടും. ബി എ ഇൻവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ സൊല്യൂഷനും കിട്ടി അല്ലേ. ഇനി എന്താ കാണിക്കേണ്ടത്? ഇനി ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് യുണീക്കാന്ന് പറയണം അല്ലേ. ഇഫ് എസ് ആൻഡ് ടി ആർ സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു ബി, നമുക്ക് എന്താ അറിയാം? രണ്ട് സൊല്യൂഷൻ ആണെങ്കിൽ അതിനകത്ത് എന്താ? എ എസ് ഈക്വൽ ടു ബി ആണ്, ഈക്വൽ ടു എ ടി ആണ് അല്ലേ. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ എന്താ? ബൈ ക്യാൻസലേഷൻ ഉണ്ട്. തൊട്ട് മുമ്പ് നമ്മുടെ ക്യാൻസലേഷൻ ഉണ്ട് അല്ല. ക്യാൻസലേഷൻ പ്രകാരം എന്താ പറയാൻ പറ്റും? എ ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എസ് ഈക്വൽ ടു ടി കിട്ടും. ദാറ്റ് മീൻസ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എന്താണെന്ന് പറയാൻ പറ്റും? ഉറപ്പായിട്ടും യുണീക്കാണെന്ന് പറയാൻ പറ്റും അല്ലേ. രണ്ടാമത്തെ ആളുടെ സൊല്യൂഷൻ ആരാ? എക്സ് ഈക്വൽ ടു ബി എ ഇൻവേഴ്സ് ആണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെയ്താൽ കിട്ടും. ഓക്കെ. ഇനി എന്താ കാണിക്കേണ്ടത്? അങ്ങനെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എ എക്സ് ഈക്വൽ ടു ബിക്കും ബി എക്സ് എ ഈക്വൽ ടു ബിക്കും ഫോർ എവരി എ കോമ ബിക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പാണെന്ന് കാണിക്കണം. ഗ്രൂപ്പാന്ന് കാണിക്കാൻ എന്തൊക്കെ വേണം? ആ തന്നിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാ ബൈനറി ഓപ്പറേഷൻ ആണെന്നും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കണ്ടീഷൻസ് ഉണ്ടെന്ന് കാണിക്കണം. എന്ന് വെച്ചാൽ എന്താ വേണ്ടത്? അവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെന്ന് കാണിക്കണം. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റ് യുണീക്കാന്നുള്ളത് കാണിക്കണം. എലമെൻറ്റിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. ഒക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ. സോ നമുക്ക് നോക്കാം. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ജി ഹാസ് ആൻ associative binary operation under which the equation ax equal to b and xa equal to b have solution for all elements of a comma b element of g. എല്ലാ എക്കും ബിക്കും സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ആർക്കും ഉണ്ടാവും? എ എക്സ് എന്താണ്? ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ എലമെൻറ്റ് എ എലമെൻറ്റ് ഓഫ് ജി. സോ വി ഫസ്റ്റ് ലെറ്റ് ഉറപ്പായിട്ടും എന്താ? ഏത് എക്കും സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് പർട്ടിക്കുലർലി ഫോർ അറ്റ്ലീസ്റ്റ് ഒരു എക്കെങ്കിലും എന്തുണ്ടാവും? എ എലമെൻറ്റ് ഓഫ് ജിക്ക് എന്തുണ്ടാവും? എ എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ടാവും അല്ലേ. ആ സൊല്യൂഷനാണ് ആര്? ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഈ എടുക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ ഇ എന്ന് പറയുന്നത് ഫോർ എവരി ബിക്കും എന്തെന്നെ കിട്ടുന്ന കാണിക്കണത്? ബി ഇ ഈക്വൽ ടു ബി ഫോർ എവരി ബി ആണെന്ന് കാണിക്കണം. ഓക്കെ. ദാറ്റ് മീൻസ് ഏത് ബി എടുത്താലും ബി ഇ ഈക്വൽ ടു ബി എന്ന് കിട്ടുന്ന കാണിച്ചാൽ എക്സാക്ട്ലി ഇ എന്തായി മാറും? ഐഡൻറ്റിറ്റി എലമെൻ്റായി മാറും. ഓക്കെ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബി എലമെൻറ്റ് ഓഫ് ജി എടുക്കുക. ലെറ്റ് സി ബി ദി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എക്സ് എ ഈക്വൽ ടു ബി സോ ദാറ്റ് സി എ ഈക്വൽ ടു ബി. ഓക്കെ. തന്നിരിക്കുന്ന ആളുടെ പ്രത്യേകത എന്താ? തന്നിരിക്കുന്ന ആൾ സി എന്ന് പറഞ്ഞ ആൾ എടുത്തിട്ടുണ്ട്. അയാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എ ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ ആണ് എടുത്തിട്ടുള്ളത്. അതായത് സി എ ഈക്വൽ ടു ബി ആണ്. അതുകൊണ്ട് എന്താ പറയാൻ പറ്റും? ബി ഇ ഈക്വൽ ടു എന്താണെന്ന് പറയാൻ പറ്റും? ബി ഇ ഈക്വൽ ടു ബിക്ക് വരാനെടുക്കാം, സി എനെ എടുക്കാം അല്ലേ. ദാറ്റ് ഈസ് സി എ ഇൻറ്റു ഇ. ബ്രാക്കറ്റ് മാറ്റുക. ദാറ്റ് ഈസ് സി ഇൻറ്റു എ ഇ. പക്ഷേ എ ഇ എന്താ? നമുക്കറിയാം എ ആണെന്നറിയാം അല്ലെ. ദാറ്റ് ഈസ് സി ഇൻറ്റു എ. ബട്ട് സി ഇൻറ്റു എ എന്താ? വീണ്ടും ബി തന്നെയാണ്. ദാറ്റ് മീൻസ് ബി ഇ ഈക്വൽ ടു ബി ഫോർ എവരി ബി. ദാറ്റ് മീൻസ് ഇ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് ഉറപ്പായി. ഓക്കെ. ഇനി അടുത്തെന്താ കാണിക്കേണ്ടത്? ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റ് യുണീക്കാന്ന് പറയണം അല്ലേ. യുണീക്കാന്ന് പറയാൻ എന്താ ചെയ്യുക? അതിന് പകരം വേറൊരു ഇ ഡാഷ് ഉണ്ടെന്നുണ്ടെന്ന് വിചാരിക്കുക. ദർ ഇസ് എക്സസ് ആൻഡ് ഇ ഡാഷ് എലമെൻറ്റ് ഓഫ് ജി ഉണ്ടെന്ന് വിചാരിച്ചു. ഇ ഡാഷ് ഇൻറ്റു ബി ഈക്വൽ ടു ബി ഫോർ ഓൾ ബി എലമെൻറ്റ് ഓഫ് ജി ആണ് അല്ലേ. അതാണ് അതിൻ്റെ കണ്ടീഷൻ. പക്ഷേ നമുക്ക് എന്താ പറയുക? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദെൻ ഇ ഡാഷ് ഈക്വൽ ടു ഇ ആൻഡ് ഇ ഡാഷ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ഇ ഡാഷ് ഈക്വൽ ടു ഇ ഡാഷ് ഇ എന്ന് എഴുതാം. ഇ ഡാഷ് ഈക്വൽ ടു ഇ എന്ന് എഴുതാം അല്ലേ. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? രണ്ടും സെയിം ആയി വന്നേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഇ ഡാഷ് ഈക്വൽ ടു എന്തായി മാറും? ഇ ആയി മാറും. ഓക്കെ. ദാറ്റ് മീൻസ് അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് യുണീക്കായി മാറി. ഓക്കെ. അടുത്തെന്താ കാണിക്കേണ്ടത്? സിമിലർലി ഇൻവേഴ്സിൻ്റെ കാണിക്കാനാണ് ഡയറക്ഷൻ എലമെൻറ്റ് ഇ ഡാഷ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ്
ഫോർ എവറി ബി എലമെൻറ്റ് ഓഫ് ജി വി മസ്റ്റ് ഫൈൻഡ് എ ഇൻവേഴ്സ് ഫോർ ബി അല്ലേ. ഇൻവേഴ്സ് എന്ന് കാണിക്കാൻ എന്താ ചെയ്യുക, ഏത് ബി എടുത്താലും ലെറ്റ് സി ബി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ ബി എക്സ് ഈക്വൽ ടു ഇ ആൻഡ് ലെറ്റ് ഡി ബി ദ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എക്സ് ബി ഈക്വൽ ടു ഇ. അപ്പോൾ എന്താ കിട്ടുക, ഡി ഈക്വൽ ടു എന്താണ്, ഡി ഇ ആണ്. അതിനകത്ത് ഇക്ക് വരെ എന്ത് കൊടുക്കുക, ബി സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഡി ബി ഇൻറ്റു സി ആയി മാറി. ബ്രാക്കറ്റ് മാറ്റുക, സോ ഡി ബി ഇൻറ്റു സി ആണ്, ഡി ബി ഐഡൻറ്റിറ്റി ആണ്, ദാറ്റ് ഈസ് ഇ ഇൻറ്റു സി ആയി മാറും. എന്തിനു കിട്ടും, സി കിട്ടും. ദാറ്റ് മീൻസ് എന്ത് കിട്ടും നിങ്ങൾക്ക്, ഡി ഈക്വൽ ടു സി ആയി മാറി. ഓക്കെ, സോ എന്താണെന്ന് കിട്ടിയോട്ടെ, പ്ലസ് ബി സി ഈക്വൽ ടു ഇ ആണ്, സി ബി ഈക്വൽ ടു ഇ ആണ്. അതുകൊണ്ട് സി എന്ന് പറഞ്ഞാൽ എന്തായി മാറും, ഇൻവേഴ്സ് ഫോർ ബി ആണ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി ഉണ്ടെന്നും കാണിച്ചു, ഇൻവേഴ്സ് ഉണ്ടെന്നും കാണിച്ചു. ദാറ്റ് മീൻസ് എന്ത് ഫോം ചെയ്തു, അതൊരു ഗ്രൂപ്പ് സ്ട്രക്ചറായി മാറി. ഓക്കെ, ഇനി നമ്മൾ അബീലിയൻ ഗ്രൂപ്പ് എന്താണെന്ന് ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നുകൂടി പറയുകയാണ്. എ ഗ്രൂപ്പ് ജി ഈസ് സെഡ് ടു ബി അബീലിയൻ ഇഫ് എ ബി ഈക്വൽ ടു ബി എ. അതായത് ഓപ്പറേഷൻ എന്താണോ അതിനനുസരിച്ച് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയാൽ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആവുക, അല്ലെങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ആവുക. ഫോർ ഓൾ എ കോമ ബി എലമെൻറ്റ് ഓഫ് ജി ആണെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും, അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും സിമ്പിളാണ്. അതായത് ഗ്രൂപ്പ് സ്ട്രക്ചറിനനുസരിച്ചാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പറയണം. ഓപ്പറേഷൻ പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാറിന് പകരം എ പ്ലസ് ബി പ്ലസ് സിന്ന് എടുക്കും. ഇനിയല്ല സ്റ്റാറിന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എടുക്കും. ഓക്കെ, ഇനി സീറോ എന്ന് പറഞ്ഞ എലമെൻറ്റ്, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ സീറോ ആൻഡ് ഈസ് കോൾഡ് എ സീറോ എലമെൻറ്റ് അല്ലേ. ഐഡൻറ്റിറ്റി എലമെൻറ്റ് അഡീഷൻ പ്രിയിൽ സീറോ എലമെൻറ്റ് എന്നാണ് വിളിക്കാമെന്ന് മാത്രം, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, അതായത് സീറോ പ്ലസ് എ ഈക്വൽ ടു എ ആണ്, എ പ്ലസ് സീറോ ഈക്വൽ ടു എ ആണ്. സാധാരണ രീതിയിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ ഇ വെച്ചിട്ടാണ് നൊട്ടേഷൻ കൊടുക്കുക. അഡിറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും, അതിനെ സീറോ എലമെൻറ്റ് വിളിക്കുന്നു, സീറോ ഉപയോഗിക്കുന്നു മാത്രം. അതുപോലെ ഇൻവേഴ്സിൻ്റെ കേസിലും നമുക്ക് അഡിറ്റീവ് കേസാണെങ്കിൽ ഇൻവേഴ്സ് നമ്മൾ എന്ത് നൊട്ടേഷൻ കൊടുക്കും, മൈനസ് എ എന്ന് കൊടുക്കുന്നു മാത്രം. എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു സീറോ, മൈനസ് എ പ്ലസ് എ ഈക്വൽ ടു സീറോ. നൊട്ടേഷൻസിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത്, അഡീഷനാണ് ഓപ്പറേഷൻ എങ്കിൽ സ്റ്റാറിന് പകരം അഡീഷൻ പ്ലസ് ഉപയോഗിക്കുക, ഐഡൻറ്റിറ്റി എലമെൻറ്റിന് പകരം എന്ത് ഉപയോഗിക്കുക, സീറോ തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇൻവേഴ്സിൻ്റെ അവിടെ മൈനസ് എ എന്നുള്ള നൊട്ടേഷൻ കൊടുക്കുക. ഓക്കെ, പിന്നെ പവറുകളുടെ കേസാണ് എടുത്തിട്ടുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ഇതിനോട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, എ പവർ സീറോ എന്ന് പറഞ്ഞാൽ ആരാ, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ഓക്കെ, ഇനി അഡിറ്റീവ് നൊട്ടേഷനിൽ എ പവർ സീറോ അല്ല, സീറോ ഇൻറ്റു എ എന്നാണ് നൊട്ടേഷൻ വരിക അല്ലേ. കാരണം എന്താ, നമ്മൾ എ പവർ സീറോ എന്ന് പറയുന്നത് എന്താ, സീറോ ടൈംസ് എന്ത് ചെയ്യുക, എനെ ഓപ്പറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അഡിറ്റീവ് ഓപ്പറേഷനിൽ എ പവർ സീറോ എന്ന് പറഞ്ഞാൽ എന്ത് നൊട്ടേഷൻ വരിക, അത് സീറോ ഇൻറ്റു എ ആയി മാറുന്നത്. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് നൊട്ടേഷനിൽ എ പവർ മൈനസ് എൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ എന്നിൻ്റെ മൈനസിനെയാണ്, എ റേസ് ടു മൈനസ് എൻ ഹോൾ പവർ മൈനസ് 1 ആണ്. ഓക്കെ, അഡിറ്റീവ് നൊട്ടേഷനിലാണെങ്കിൽ മൈനസ് എൻ ഇൻറ്റു എ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മൈനസ് എൻ എ തന്നെയാണ്. അതായത് അഡിറ്റീവ് നൊട്ടേഷനിലും മൾട്ടിപ്ലിക്കേഷൻ നൊട്ടേഷനിലും എന്താ കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസൊക്കെ ആയിരുന്നു, നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സെഡ്, ക്യൂ, ആർ എല്ലാം അണ്ടർ അഡീഷൻ പ്രകാരം എന്താണ്, ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ക്യൂ സ്റ്റാർ, ആർ സ്റ്റാർ, സി സ്റ്റാർ എല്ലാം എന്താണ്, അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഗ്രൂപ്പാണ്. മാത്രമല്ല ഇവരെല്ലാവരും എന്താണ്, അബീലിയൻ ഗ്രൂപ്പാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഓക്കെ.